പാളയം ഷാപ്പ് ഇത്രയും കുറഞ്ഞ തുക കിട്ടുമോ? ടെൻഡർ അല്ലേ സ്വാമി, നിങ്ങളത് സീൽ ചെയ്തോളൂ. മത്സരിക്കാൻ ആളുണ്ടെന്ന് കണ്ടാൽ ലേലത്തിൽ നമുക്ക് കൂട്ടി വിളിക്കാലോ. എന്നാലും ഒരു സന്ദേഹം. ആരും വരില്ലടോ പട്ടരെ, എല്ലാറ്റിനും ഞാൻ ഒതുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലേലം നിർത്തിവെച്ച പാളയം ഷാപ്പാണ് വിളിക്കുന്നത്. ഇനി ആരാണ് ടെൻഡർ തരാനുള്ളത്? ഒരു 1,50,000. 55. 1,55. 1,60. 1,60. കഴിഞ്ഞ തവണ മിസ്റ്റർ ജോർജ് കുട്ടി 1,80 വരെ വിളിച്ചിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ അയാളെ നോക്കുന്നത്? അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾ വിളിക്കും. 1,60 ഒരു വട്ടം, 1,60 രണ്ടു വട്ടം. ഇനി ടെൻഡർ പൊട്ടിക്കാം. $1,65,000 മിസ്റ്റർ DM ജോർജ്. 1,70,75,000 മിസ്റ്റർ ശ്രീകണ്ഠൻ. തീർന്നില്ല, നിങ്ങൾ ആരും ബഹളം വയ്ക്കരുത്. ഒരു ടെൻഡർ കൂടി പൊട്ടിക്കാനുണ്ട്. എല്ലാവരും ഇരിക്കണം. ഇനി ആരാ ടെൻഡർ? $2,10,000. ആരുടെ അത്? മിസ്റ്റർ MK വാസു ആൻഡ് മിസ്റ്റർ PC ചാക്കോ. ഞാനാണ് നിങ്ങൾക്ക് പണം വാങ്ങിച്ചു തന്നതെന്ന് ആരും അറിയരുത്. പറഞ്ഞതുപോലെ മാസാമാസം ആ പണം തിരിച്ചു കൊടുക്കണം. തീർച്ചയായും സാർ. സാറ് ചെയ്ത ഈ വലിയൊരു സഹായം നിങ്ങളെ സഹായിക്കായിരുന്നില്ല എന്റെ ലക്ഷ്യം. ഒന്ന് വേഗം കൊണ്ടുപോകും അങ്ങോട്ട്. ഇങ്ങനെ ഇറച്ചി കിട്ടില്ലേ? എന്ത് ചെയ്യാവുമാരാക്കും. എടോ കാളയച്ചു കൊടുക്ക്. മുതലാളി നിങ്ങളും തമ്മിൽ വിരോധാണെങ്കിലും എനിക്കില്ല. അതുകൊണ്ടാ ഞാൻ ഇന്നെ പുതിയ ആളുകൾ, അതുകൊണ്ടാ. എത്തിപ്പോയി. ഒരു മിനിറ്റ്. ഇതുവരെ കിട്ടിയില്ല. എടോ ആയില്ലേ? ആള് കാത്തു നിൽക്കുന്നത്. വാങ്ങി വെക്ക്. വറവ് ചേർത്തില്ല. മതിയടി വര. ഈ ചാത്തുണ്ടി എത്ര കൊടുത്തോട്ടി നീ എങ്ങനെ നടക്കി നിർത്തും? ചാത്തുണ്ണേട്ടനെ ഈ വേഷത്തിൽ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പ് ഇന്ന് ഷാപ്പ് നടത്തിയ കാലാ. അന്നത്തെ കുപ്പായം തന്നെയത്. എന്താ എഴുതിട്ട്? ഒരു മുഴുവൻ കുപ്പി ഒറ്റയ്ക്ക് വീഴുന്ന നിനക്ക് മതിയെന്നോ? ഇരയുടെ കാശില്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ല, അതുകൊണ്ടല്ല. ചാത്തുണ്ണേട്ടാ, ചാത്തുണ്ണേട്ടന് കുടിക്കാൻ വേണ്ടത് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. ഇവിടെ വന്നിങ്ങനെ ഞാനെന്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചോ? ഈ വേഷം ഇനി എനിക്ക് ചേരില്ല മാധവി. എന്താണ് അവിടുത്തെ പിരിവ്? 4 ബഷാപ്പ് ഇവിടെ തുടങ്ങി. തന്റെ കൂട്ടുകാരനോടെ വാസു.
വാസുട്ടാ, എന്താടാ? നിങ്ങളുടെ ഷാപ്പിൽ അടി നടക്കുന്നു ഫോൺ വന്നിരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. വാസു, അരുത്. ഞാൻ കൂടെ പുറത്തു വന്നോട്ടെ. എന്ത് ചെയ്യുന്നതും നമ്മൾ ഒരുമിച്ച് മതി. എടാ വാസുവേ, ഈ വലിയ ഷാപ്പുകാരനായ പിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നേ ഇല്ലല്ലോ. ആ ചാക്കോന്റെ അസുഖം എങ്ങനെയുണ്ടടാ? ചാക്കോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയല്ലോ. ഷർട്ടും കൊടുത്തു. ഏതാ വേണ്ടത്? എപ്പോഴും വന്ന് മാറ്റാൻ നോക്കൂല, എല്ലാം ഞാൻ കൊണ്ടുപോവാ. എന്നാ ഇതും കഴിച്ചു തന്നേക്ക്, ഞാൻ അലക്കിയിട്ടേക്കാം. വേണ്ട, ലോഡ്ജിൽ ഡോബിണ്ട്. അയ്യോ അയ്യോ ചാക്കോ, ഞാൻ എന്നൊന്നും ചെയ്യരുത്. ഞങ്ങളുടെ ചാരായക്കട അടിച്ച് പൊളിച്ചില്ലേ, ആ കണക്ക് തീർന്നത് നിന്റെ അമ്മാവൻ ശ്രീകണ്ഠനോട് പോയി പറ. മണികണ്ട, ഇതിലെ സ്പിരിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ലോറി നാളെ കടപ്പുറത്ത് കാണും. എനിക്ക് നഷ്ടപ്പെട്ട സ്പിരിറ്റിന്റെ കണക്കല്ല, വാസുവിനെ. അവനെ തീർത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. അളയാ, നീ ഓവറല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം. ഇല്ലളിയാ, ഞാൻ ഓവറാണ്. എന്നാ പോയിക്കോ. ഓട്ടെ. മുതലാളി, തുടക്കത്തിൽ നിങ്ങൾ എന്റെ ഷാപ്പിലേക്ക് പിക്കറ്റിങ്ങിന് ആളെ അയച്ചു. അത് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരനെ തല്ലിച്ചതച്ചു. നിങ്ങൾ എന്റെ ചാരായക്കട തല്ലി തകർത്തു. അതിന്റെ കണക്കുകൾ നമ്മൾ തമ്മിൽ തീർത്തതാണ്. പിന്നെ നിങ്ങൾ തുടങ്ങി. ഇതോടെ നിർത്തണം. അകത്തേക്ക് ഇരുന്നോളൂ. വേണ്ട മോളെ. ശ്രീകണ്ഠ മുതലാളി ഗോവിന്ദനെ പിടിച്ചുവിട്ടിരിക്കുക. എന്താ, നിന്നെ പോലെ അയാളും കയറി പിടിച്ചോ മുതലാളി ചമ്മേ? അമ്മള് കേക്കണ്ട. ഒരു കാര്യം പറഞ്ഞോണ്ട് വരുമ്പോ നീ ഇങ്ങനെ. ശരി പറ. അങ്ങേരുടെ ജോലി അന്വേഷിച്ച് വന്നിരിക്കുക. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും പോകുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ജോലി കൊടുക്കാം. ചാക്കോ, നിനക്കറിയില്ലേ, ഗോവിന്ദേട്ടൻ കൂട്ടുന്ന ചാരായത്തിന്റെ രുചി ഒന്ന് വേറെയാ. പിന്നെ വിഷുവല്ലേ, ഒരുപാട് ചാരായം കൂട്ടുന്നു വരില്ലേ? ഗോവിന്ദേട്ടാ, ഇന്നു മുതൽ ഞങ്ങളുടെ കൂടെ നിന്നോ.
കഴിഞ്ഞ 14 വർഷം എന്റെ കയ്യിൽ നിന്ന് ആദ്യം വിഷുക്കഞ്ഞിട്ടം വാങ്ങിയിരുന്നത് വാസുവായിരുന്നു. അയ്യപ്പാ, എന്തോ മോള് നല്ലൊരു ദിവസമായിട്ട് പട്ടിണി കിടക്കണ്ട. വാസു വരില്ല. നമ്മുടെ പുതിയ ഷാപ്പിൽ രണ്ടുപേരും ആശുപത്രി ഉണ്ട്. ചാരായത്ത് വിഷമുണ്ടെന്ന്. സാറേ, ഇയാളൊന്ന് പെട്ടെന്ന് നോക്കണം. എല്ലാം പെട്ടെന്ന് നോക്കേണ്ട കേസുകൾ തന്നെയാണ്. കഴിഞ്ഞ അരമണിക്കൂറിനകത്ത് 10-35 പേരെ വിഷം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ പൊന്നു മോനെ, നീ വിഷം കഴിച്ചാണോടാ ഈ കിടക്കുന്നത്? എന്റെ ഗുരുവായൂരപ്പ. സിസ്റ്റർ, ഇയാൾ എവിടെയാ കിടക്കേണ്ടത്? താൻ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പുറത്തിറങ്ങി നിൽക്കണോ? ഇങ്ങോട്ട് വരണം. നിങ്ങളല്ലേ വാസു? അതെ. ആരാ ചാക്കോ? ഞാനാ. ആ വണ്ടി കയറണം. ഗോവിന്ദൻ പേടിക്കണ്ട, അടുത്തൊന്നും അവര് പുറത്തിറങ്ങില്ല. ജീവപര്യന്തം ജയിലിന്റെ അഴി എണ്ണുകയേ ഉള്ളൂ. ആശുപത്രിയിലെത്തിയവർ മുഴുവൻ രക്ഷപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയത്. സർക്കാർ സപ്ലൈ ചെയ്ത ചാരായം വിറ്റതിന് നിങ്ങൾ കുറ്റക്കാരല്ലെന്ന് വക്കീൽ വാദിച്ചു നിന്നെങ്കിലും മറ്റ് ഷാപ്പുകളില്ലാതെ നിങ്ങളുടേതിൽ മാത്രം വിഷം കലരാൻ എന്താ കാരണം? എന്റെ ബലമായ സംശയം എടാ, ഞങ്ങളുടെ ചാരായത്തി വിഷം കടത്തിയവനല്ലേ നീ? സത്യം പറയണം. ശ്രീകണ്ഠൻ അയച്ചല്ലേ ഇതിനെ? പറയണം. എത്ര പേരെ കൊല്ലാനാടാ നീ? അയ്യോ വാസു, അയ്യോ വാസു, എന്നെ കൊല്ലല്ലേ, ഞാൻ എന്നെ കൊല്ലല്ലേ, ഞാൻ സത്യം പറയാം, ഞാൻ സത്യം പറയാം, ഞാൻ സത്യം പറയാം. മുതലാളി പറഞ്ഞ മാതിരി ഞാൻ ചെയ്തിരുന്നെങ്കിൽ നീയും ചാക്കോ ഇപ്പൊ ഉണ്ടാകൂലായിരുന്നു.
ആ